ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വാച്ചസ് ആൻഡ് ഡയൽസ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വാച്ചിൻ്റെ ഒരു സ്റ്റാറ്റസിനെ പറ്റിയാണ്. അതായത് നമ്മൾ കെട്ടുന്ന വാച്ചിന് എന്താണ് സ്റ്റാറ്റസ്. ഇത് പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. എന്താണെന്ന് വെച്ചാൽ വാച്ചിന് ഒരു സ്റ്റാറ്റസ് ഉണ്ടോ, എന്താണ്, അതല്ലെങ്കിൽ അത് എന്ത് ബേസ് ചെയ്തിട്ട്, അങ്ങനെ കുറേ സംശയങ്ങൾ വരാം. ഞാൻ വേറൊരു കാര്യം അതിനായിട്ട് ബന്ധപ്പെട്ട് പറയാം. അതായത് നിങ്ങൾ ഒരു ന്യൂസ് കേൾക്കുകയാണ്, ഇന്ന ആൾ ഒരു ബെൻസ് കാർ വാങ്ങി, അല്ലെങ്കിൽ ഒരു ടയോട്ട കാർ വാങ്ങി, അല്ലെങ്കിൽ ഒരു മാരുതിയുടെ ഒരു കാർ വാങ്ങി. ഇത് മൂന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, ഒരു വ്യത്യാസം ഉണ്ടായില്ലേ? ബെൻസ് വാങ്ങി എന്ന് പറയുമ്പോഴുള്ള ഒരു ആളുടെ ഒരു സെറ്റപ്പും, അല്ലെങ്കിൽ ടയോട്ട വാങ്ങി, അല്ലെങ്കിൽ മാരുതി വാങ്ങി എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ ഓരോ വാച്ച് ബ്രാൻഡിനും ഇതേപോലെ കാറ്റഗറികളുണ്ട്. അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാച്ചിൻ്റെ റാങ്കിങ്ങിനെ പറ്റി പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു വാച്ച് ബ്രാൻഡിന്മേ തുടങ്ങാം. റോളക്സ്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഈ ഒരു ബ്രാൻഡ്. ഒരുപാട് സെലിബ്രിറ്റീസ് ഉപയോഗിക്കുന്നു. വളരെ വിലയേറിയ വാച്ചുകൾ റിലീസ് ചെയ്യുന്ന, അത്യാവശ്യം പെട്ടെന്ന് വാങ്ങാൻ ചെന്നാൽ കിട്ടാത്ത ഒരു ബ്രാൻഡുമാണിത്. ഈ റാങ്കിങ്ങിൽ 3-ാം സ്ഥാനത്ത് ഉള്ള കാറ്റഗറിയിലാണ് റോളക്സ് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തോന്നും ഈ 2, 1 ഇതിലൊക്കെ ഏത് വാച്ചുകളാണുള്ളത്, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഇനി എത്ര കാറ്റഗറികളുണ്ടാവും. അപ്പോൾ ഈ വാച്ചിൻ്റെ റാങ്കിങ് നമുക്ക് ഒരു 6 കാറ്റഗറികളായിട്ട് തിരിക്കാം. അതായത് ഏറ്റവും ടോപ്പ് അൾട്രാ ലക്ഷറി കാറ്റഗറി, അത് കഴിഞ്ഞിട്ട് ഹൈ എൻഡ് ലക്ഷറി, അത് കഴിഞ്ഞ് ലക്ഷറി, പിന്നെ ബേസിക് ലക്ഷറി, പിന്നെ എൻട്രി ലെവൽ ലക്ഷറി, പിന്നെ വാച്ചസ്. ഈ 6 കാറ്റഗറികളായിട്ടാണ് വാച്ചിനെ തിരിക്കുന്നത്. ഇനി നമുക്കിത് ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ എന്താണ്, ഈ കാറ്റഗറികളിലുള്ള വാച്ചുകൾ ഏതാണ്, അതിന് ഏകദേശം എത്ര രൂപയാവും, ഇതിനെപ്പറ്റി നോക്കാം. ഈ 6 കാറ്റഗറീസ് വാച്ചസ് ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ വാച്ചസ് ഏറ്റവും കൂടുതൽ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു വേറെ പ്രോഡക്റ്റ് ഉള്ളത് കാറാണ്. കാറിന് ഡിഫറെൻറ്റ് റാങ്കിങ്സ് ഉണ്ട്. അതേപോലെ ഞാൻ ഈ വാച്ചസിൻ്റെ കാറ്റഗറി പറയുമ്പോൾ അതിൻ്റെ ഈക്വലൻ്റ് ആയിട്ട് നമ്മൾ കാറിൻ്റെ ഏത് ടൈപ്പ് ഇത് വരും എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്കൊരു നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കും ഈ കാറ്റഗറികളെ പറ്റി. അപ്പോൾ ആദ്യത്തെ കാറ്റഗറി അൾട്രാ ലക്ഷറി വാച്ചസ്. ഇത് ഒരു 35 ലക്ഷത്തിന് മുകളിലായിരിക്കും ഇതിൻ്റെ വില. ഈ 35 ലക്ഷം എന്ന് പറഞ്ഞത് നമ്മളുടെ അവർ പറയുന്ന വിലയാണ്. റീറ്റെയിൽ ഇതിൽ പോയിട്ട് ഇതിൻ്റെ അവൈലബിലിറ്റി ഇതൊക്കെ അറിഞ്ഞു വരുമ്പോൾ 35 ലക്ഷത്തിനൊന്നും കിട്ടില്ല, അതിന് ഇരട്ടി വില കൊടുക്കേണ്ടി വരും. ഈ വാച്ചുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ വാച്ച് എന്തൂസിയാസ്റ്റ് മാത്രമേ ഈ വാച്ചുകൾ അറിയുള്ളൂ, ഈ പേരുകളൊക്കെ. ബാക്കിയുള്ളവർക്കൊന്നും ഇതിനെപ്പറ്റി വലിയ പിടുത്തുണ്ടാവില്ല. കാറ്റഗറി വാച്ചുകളൊക്കെ വളരെ എണ്ണം കുറവായിരിക്കും ഉണ്ടാക്കുന്നുണ്ടാവുക. ചിലപ്പോൾ ഒരു കാറ്റഗറി ഉണ്ടാക്കുന്നത് ഒരു 25 എണ്ണം, 50 എണ്ണം, മാക്സിമം 100 എണ്ണം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുക. ഇതിൻ്റെ എല്ലാ മൂവ്മെൻറ്റും ഇൻഹൗസ് മൂവ്മെൻറ്റുകളായിരിക്കും. പിന്നെ ഈ കാറ്റഗറിയിൽ വരുന്ന വാച്ചുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ റയറായിരിക്കും ആൾക്കാർ ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടാവുക. ബോവറ്റ്, പിന്നെ FP ജോൺ, എച്ച് മോസർ സിയെ, പിന്നെ ഇതിൽ എല്ലാവർക്കും അറിയുന്ന ഒരു മോഡലുണ്ട്, അതാണ് റിച്ചാർഡ് മില്ലെ. നമ്മുടെ മോഹൻലാൽ പോലുള്ള പ്രഗത്ഭരായ സിനിമാ നടന്മാർ, അല്ലെങ്കിൽ CR7 ഇവരൊക്കെ കെട്ടിയിട്ട് ആൾക്കാർക്ക് ഈ കാറ്റഗറിയിലുള്ള ഏറ്റവും പരിചയമുള്ള വാച്ച് ഇതായിരിക്കും, റിച്ചാർഡ് മില്ലെ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ, ഇതിൽ ഒരുപാട് പ്രഷ്യസ് മെറ്റൽസ് ആൻഡ് സ്റ്റോൺസ് ഉപയോഗിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇതിൻ്റെ വില ഏറ്റവും കൂടുതൽ പോകുന്നത്. ഈ ടെക്നിക്കൽ കാര്യങ്ങളിലും കൂടുതൽ ഇതിൻ്റെ വില കൊണ്ടാണ് ഇതിന് ഇത്രയധികം റീറ്റെയിൽ പ്രൈസ് വരുന്നത്. പിന്നെ ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഈ ടൈപ്പ് ഓഫ് വാച്ചസ്, അതായത് അൾട്രാ ലക്ഷറി വാച്ചസ് നമ്മൾ കാറുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബുഗാട്ടി, പഗാനി, ഈ വക ബ്രാൻഡ്സുകൾ. ഈ ബ്രാൻഡ്സ് കാറുകളുമായിട്ടാണ് ഈ വാച്ചുകളെ കമ്പയർ ചെയ്യാൻ പറ്റുക. അടുത്ത കാറ്റഗറി വാച്ച് ഹൈ എൻഡ് ലക്ഷറി വാച്ച്. ഇതിലത്തെ പല വാച്ചുകളും നിങ്ങൾക്ക് പരിചയമുള്ളതായിരിക്കും. ഓഡ്മാർക്ക് പിഗെ, പാതെക് ഫിലിപ്പെ, വാൻസ്ട്രോങ് കോൺസ്റ്റന്റൈൻ, അങ്ങനത്തെ വളരെ പ്രഗത്ഭമായ 3 വാച്ച് ബ്രാൻഡുകളുണ്ട്. ഈ 3 ബ്രാൻഡുകളാണ് ഈ കാറ്റഗറിയിൽ ഏറ്റവും ടോപ്പ് നിൽക്കുന്ന വാച്ച്. ഇതിൻ്റെ ഒരു വില നമ്മൾ പറയണമെങ്കിൽ ഇതിൻ്റെ വില 10 ലക്ഷത്തിന് മുകളിലായിരിക്കും ഉണ്ടാവും. ഈ 10 ലക്ഷം എന്നൊക്കെ പറയുന്നത് ഇതിലത്തെ ഏറ്റവും തല്ലിപ്പൊളി മോഡലായിരിക്കും ഈ 10 ലക്ഷം രൂപയ്ക്ക് കിട്ടുക. അത് തന്നെ 10 വർഷം
അതായത് 5 years to 10 years വെയിറ്റിംഗ് പീരീഡ് നോർമലി ഉണ്ട് ഈ വാച്ചുകൾ. ലിമിറ്റഡ് ആയിട്ടാണ് ഉണ്ടാവുക. ഇതിലും ഈ പറഞ്ഞ മാതിരി പ്രഷ്യസ് സ്റ്റോൺസും മെറ്റൽസും ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇൻഹൗസ് മൂവ്മെൻ്റ് ആയിരിക്കും. മോസ്റ്റ് ഓഫ് ദ വാച്ച് ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ മെക്കാനിക്കലായിരിക്കും. ഇതിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിലത്തെ പല വാച്ചുകളും സിംഗിൾ ഓൺഡായിരിക്കും ആൾക്കാർ ഉണ്ടാക്കി വരുന്നത്. അതായത് ഇത് തുടങ്ങിയ അന്ന് തൊട്ട് ഇതുവരയ്ക്കും ഒരു ഫാമിലി തന്നെയാണ് ഇത് കൊണ്ടു നടക്കുന്നുണ്ടാവുക. ഈ ഒരു ഹിസ്റ്ററിക്കൽ കാര്യങ്ങൾ കൂടി ഇതിൻ്റെ വില നിശ്ചയിക്കുന്നതിലുണ്ട്. ഈ ഹൈ എൻഡ് ലക്ഷറി വാച്ചുകൾ നമ്മൾ കമ്പയർ ചെയ്യുന്നത് കാറുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ റോൾസ് റോയ്സ്, ബെന്റ്ലി പോലത്തെ കാറുകളായിട്ട് ആണ് കമ്പയർ ചെയ്യുക. അപ്പോൾ ഇതിൽ വരുന്ന വേറെ ഫേമസ് വാച്ചുകളാണ് എലാനെ സോഹെ, പിന്നെ പാർമിഗാനി, പിയാഗെ, ഉല്ലിസിൽ നാഡിൻ, ഇങ്ങനത്തെ ഒരുപാട് ഫേമസ് വാച്ചുകളുണ്ട്. മൂന്നാമത്തെ കാറ്റഗറി ആണ് ലക്ഷറി വാച്ച് എന്ന് പറയുന്നത്. ഈ ലക്ഷറി വാച്ചിലാണ് നമുക്ക് സാധാരണക്കാർക്കൊക്കെ സർവ്വസാധാരണമായി അറിയുന്ന എല്ലാ ബ്രാൻഡുകളും കിടക്കുന്നത്. അതായത് റോളക്സ്, ഒമേഗ, ബ്രൈറ്റ്ലിംഗ്, ഈ പറഞ്ഞ വാച്ചുകൾ ഒക്കെ ഈ മൂന്നാമത്തെ കാറ്റഗറിയിലാണ് വരുന്നത്. ഇതിൻ്റെ വില ഞാൻ പറയുകയാണെങ്കിൽ 5 ലക്ഷത്തിന് മുകളിലാണ് ഉള്ളതെങ്കിലും ഇപ്പോൾ നിങ്ങൾ റോളക്സ് എടുത്ത് നോക്കിയാൽ അതിൻ്റെ ഏറ്റവും വില കുറഞ്ഞ മോഡലിന് 5 ലക്ഷം രൂപയോ. 5 ലക്ഷം രൂപയ്ക്ക് ആ വാച്ച് കിട്ടാനില്ല. കിട്ടാൻ പോയിട്ട് കാണാൻ പോലും ഷോറൂമിൽ ചെന്നില്ല. ഒരു സിംഗിൾ പീസ് വെച്ചിട്ടുണ്ടാവും, അതിൻ്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും ഇത് ഡിസ്പ്ലേ മോഡലാണ്. വെയിറ്റിംഗ് പീരീഡ് 1 year to 3 years ആണ്. 3 years ആയിട്ടും കിട്ടാത്ത ആൾക്കാരുണ്ട്. ഇതിൽപ്പെടുന്ന മറ്റു വാച്ചുകളാണ് യൂണിവേഴ്സൽ ജെനീവേ, വാൾക്രൈൻ, ചോപ്പാർട്ട്, കാളൻ ബൗച്ചർ, അങ്ങനെ ഒരുപാട് ഫേമസ് വാച്ചുകൾ ഇതിലുണ്ട്. ലക്ഷറി വാച്ചസ് എന്നുള്ള ഈ മൂന്നാമത്തെ കാറ്റഗറി നമ്മളൊരു കാറുമായി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബെൻസ്, ഓഡി, BMW ഇതൊക്കെ ആയിട്ടാണ് കമ്പയർ ചെയ്യാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ 3 കാറ്റഗറി ഇപ്പോൾ പറഞ്ഞതിൻ്റെ വ്യത്യാസം മനസ്സിലായില്ലേ? നാലാമത്തെ കാറ്റഗറിയാണ് ബേസിക് ലക്ഷറി വാച്ച്. ഈ ബേസിക് ലക്ഷറി വാച്ചസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വില ഒരു 1.5 ലക്ഷം രൂപയ്ക്ക് അബോവ് ഉണ്ടാവുക. ഈ പറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന വാച്ചുകൾ ഈ കാറ്റഗറി തൊട്ട് താഴോട്ട് ഉണ്ടാവുള്ളൂ. ബിക്കോസ് അധികം വെയിറ്റിംഗ് പീരീഡ് ഒന്നുമില്ല, നിങ്ങൾ പോയി കഴിഞ്ഞാൽ എപ്പോഴും കിട്ടും. അതേപോലെ ഇത് സർവ്വസാധാരണമായി എവിടെ നോക്കിയാലും നിങ്ങൾക്ക് കാണാവുന്ന ബ്രാൻഡുകളായിരിക്കും ഇതിലുണ്ടാവുക. ഫോർ എക്സാമ്പിൾ ടാഗ് ഹ്യൂഗർ, റാഡോ, ലോഞ്ചിൻ, ഓറിസ്, ടുഡോർ, ഇങ്ങനത്തെ പ്രശസ്തമായ വാച്ചുകളൊക്കെ ഈ കാറ്റഗറിയിലാണ് വരുന്നത്. ഇതിൻ്റെ ഈ വില എല്ലാവർക്കും ഒരുവിധം അഫോർഡബിൾ എന്ന് നമ്മൾ പറയപ്പെടുന്ന 1.5 ലക്ഷം 1.5 ലക്ഷത്തിന് അബോവായിരിക്കും. ഇതിന് വെയിറ്റിംഗ് പീരീഡ് ഒന്നുമില്ല. നിങ്ങൾക്ക് എപ്പോൾ ചെന്നാലും ആ മോഡൽ അവൈലബിൾ ആണെങ്കിൽ വാങ്ങാൻ പറ്റും. ഈ കാറ്റഗറി ഓഫ് വാച്ചസ് നമ്മൾ കാറുകളായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി നിങ്ങൾ കുറച്ച് അമേരിക്കൻ കാറുകളായ GMC അല്ലെങ്കിൽ ജീപ്പ്, ഈ വക കാറുകളുടെ ഒക്കെ ഹയർ എൻഡ് വെർഷനായിട്ട് നമുക്ക് വേണമെങ്കിൽ കമ്പയർ ചെയ്യാം. അഞ്ചാമത്തെ കാറ്റഗറിയായ എൻട്രി ലെവൽ ലക്ഷറി വാച്ച് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലത്തെ വാച്ചുകളൊക്കെ നിങ്ങൾക്ക് ഒരു 40,000 രൂപയ്ക്ക് മുകളിൽ തൊട്ട് കിട്ടത്തുള്ളൂ. അതിൽ മോസ്റ്റ് കോഡ്സ് വാച്ചുകൾ ഉണ്ടാവും, മെക്കാനിക്കൽ വാച്ച് ഉണ്ടാവും, ഓട്ടോമാറ്റിക് വാച്ച് ഉണ്ടാവും. നിങ്ങൾക്കറിയുന്ന ബ്രാൻഡുകളാണ് അതിലുള്ളത്. അതായത് ടിസോ, ഹാമിൽട്ടൺ, സെർട്ടീന, ഇങ്ങനത്തെ ഗ്ലേസിൻ, ഇതേപോലത്തെ സ്വിസ് ബ്രാൻഡുകൾ ഒക്കെ ഈ കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പം ഇതിലും ഈ പറഞ്ഞ മാതിരി ഇതിന് മുകളിലത്തെ കാറ്റഗറിയിലും ഉപയോഗിക്കുന്ന വാച്ചുകളിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസൊക്കെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അതേപോലെ ഇതിലൊക്കെ നിങ്ങൾക്ക് പറഞ്ഞ വില അതിൽ റീറ്റെയിൽ പ്രൈസിൽ എത്ര ഇട്ടേക്കണമെന്ന് വെച്ചാൽ ആ പ്രൈസിന് നിങ്ങൾക്ക് കിട്ടും. വെയിറ്റിംഗ് പീരീഡ് ഒന്നും ഉണ്ടാവില്ല. ഇത് ഒരു സ്വിസ് മെയ്ഡ് വാച്ചും ജർമ്മൻ മെയ്ഡ് അങ്ങനെ എല്ലാ കാറ്റഗറികളും ഇതിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരേ ഇതിലെ വരിക. പിന്നെ ഇത് കാറായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇതിന് താഴോട്ട് അങ്ങോട്ട് വേറെ പർട്ടിക്കുലർ കാറുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജപ്പാനീസ് ബ്രാൻഡുകളുടെ നോർമൽ കാറുകളായിട്ടോ അല്ലെങ്കിൽ കൊറിയൻ കാറുകളൊക്കെ ആയിട്ട് ഇതിനെ കമ്പയർ ചെയ്യാം. ആറാമത്തെ കാറ്റഗറി ആയിട്ടുള്ള വാച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ നമുക്ക് ഇപ്പോൾ 1 രൂപ തൊട്ട് വരുന്ന മുകളിലുള്ള ഏത് വാച്ചും ഈ കാറ്റഗറിയിൽ പെടാം. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ പറയട്ടെ, ഏറ്റവും കൂടുതൽ വാച്ചുകൾ വിറ്റ് വരുന്ന ടൈറ്റൻ വാച്ച് വരുന്നത് ഈ ആറാമത്തെ കാറ്റഗറിയിലാണ്. അവർ ഇപ്പോൾ പുതിയതായിട്ടൊരു വാച്ച് ഇറക്കിയിട്ടുണ്ട്. അത് ഇതിലത്തെ മുകളിലത്തെ കാറ്റഗറിയിൽ വരുന്ന സംഭവമാണ്.
അതെന്താണെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. ഒന്നാമത്തെ കാറ്റഗറി തൊട്ട് അഞ്ചാമത്തെ കാറ്റഗറി വരെയുള്ളതിൽ പല മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നത് സെയിം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഗ്ലാസ് ഉപയോഗിക്കുന്നില്ലേ, വാച്ചിൻ്റെ ഗ്ലാസ്, അതെല്ലാത്തിലും സഫയർ ക്രിസ്റ്റൽ തന്നെയായിരിക്കും. പിന്നെ അതിലുപയോഗിച്ചിരിക്കുന്ന സ്റ്റീല്, ഇതിൻ്റെ പല കാര്യങ്ങളും കോമൺ ആയിരിക്കാം. പക്ഷേ അതിലുപയോഗിച്ചിരിക്കുന്ന ടെക്നോളജികൾ, അതിലുപയോഗിച്ചിരിക്കുന്ന ഫങ്ഷണാലിറ്റി, അതിൻ്റെ ഉപയോഗിക്കുന്ന വെയിറ്റ് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ ഈ ഏറ്റവും ടോപ്പ് ഗ്രേഡിലുള്ള വാച്ചിൽ ചിലപ്പോൾ ആൾക്കാർക്ക് അട്രാക്ഷൻ കൂട്ടാൻ വേണ്ടി അതിൽ കാറിന് സ്പോർട്സ് കാർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് ആണ് ഈ കാറ്റഗറികൾ നിശ്ചയിക്കുന്നത്. അപ്പോൾ നമ്മൾ അറിയുന്ന പല മോഡൽസും ഇപ്പോൾ ഇതിലത്തെ ഏതൊക്കെ കാറ്റഗറിയിലാണ് പെടുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങളിപ്പോൾ ഒരു വാച്ച് വാങ്ങാൻ പോവുകയാണ്, അതിപ്പോൾ ഏതൊരു കാറ്റഗറി ആണെന്ന് നിങ്ങൾക്ക് അറിയണം തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കമൻറ്റ് ചെയ്യാം, ചോദിക്കാം. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും അഭിപ്രായം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് പോസ്റ്റ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.